സോ നമ്മളുടെ ഇന്നത്തെ തേർഡ് ഡേ ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ ടു CBT എന്നുള്ള നമ്മളുടെ ഫ്രീ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊപ്പം ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാനൊരു ബിഗ് വെൽക്കം ചെയ്യുവാണ്. നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി ലാസ്റ്റ് 2 ഡേ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സിലായിരുന്നു. സോ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് കൺക്ലൂഷൻ ഡേ ആണ്. സോ ഇന്ന് നമുക്ക് ലൈക്ക് ഇതിന്റെ ഒരു ടോട്ടൽ ഇമ്പാക്ട് നമ്മള് CBT എങ്ങനെ എപ്പോ എന്നുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. സോ അതിന്റെ ഒരു ടോട്ടൽ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് ഇന്ന്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇന്ന് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്തെന്ന് സർ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം. ഞാൻ ഫർഹാൻ സാറെ സ്വാഗതം ചെയ്യുവാണ്. ഇന്ന് ഞാൻ അധികം ഡിലേ ആക്കുന്നില്ല. 7:35 ആയി. കുറെ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാണ്ട് നമുക്കിന്നൊരു ആക്റ്റീവ് ഒരു ഗ്യാതറിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എന്നത്തെയും പോലെ. സോ ഫർഹാൻ സർ, ഐ എം വെൽക്കമിങ് യു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് പറയാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ CBTയിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇന്നലെ നമ്മൾ ഒരുപാട് ഈ കോഗ്നിറ്റീവ് മോഡൽസിനെ കുറിച്ച് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇന്റർവെൻഷൻസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അതിലെന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു, കാരണം ഒരുപാട് സമയം എടുത്തതുകൊണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വേണമെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ബിഹേവിയറൽ സൈഡിലേക്ക് നമുക്ക് പോവാം. എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വേഗം വേഗം പറഞ്ഞു പോവാണ് ചെയ്തൊരു സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക എന്നുള്ളതിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഒന്നുമില്ലാന്ന് തോന്നുന്നു. ബിഹേവിയറൽ ഇന്റർവെൻഷൻസിലേക്ക് പോവാണ്. ബിഹേവിയറൽ ഇന്റർവെൻഷൻസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ബിഹേവിയറൽ സൈഡും കൂടി നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റാഷണൽ ആണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ രീതിയിലാണ് ഇവർ ഓരോ സമയത്തും റിയാക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മൊത്തത്തിലുള്ള അവരുടെ ഒരു ഫങ്ഷനിങ്ങിനെ, സോഷ്യൽ ഫങ്ഷനിങ്ങിനെ, അവരുടെ ഒരു പേഴ്സണൽ ഫങ്ഷനിങ്ങിനെ ഒക്കെ ബാധിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇവരുടെ ഒരു റെസ്പോൺസിനെ ശരിക്കും നമ്മൾ കോപ്പിംഗ് സ്റ്റൈല് എന്നാണ് നമ്മൾ പറയാ. കോപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇപ്പോ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി വരുന്നു, ഭയങ്കര വെറി ഉണ്ടാകുന്നു, ഒരാൾ ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇതൊക്കെ നെഗറ്റീവ് തോട്ട്സ് എന്നാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവാം, ഇന്നെ ഒഴിവാക്കായിരിക്കാം, ഇന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കിത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ്, വളരെ നമ്മൾ കാണപ്പെടുന്ന കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവർ എടുക്കുന്ന സ്വഭാവങ്ങൾ, അവർ കാണിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കാണുന്ന ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. എങ്ങനെയാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്ന് അറിയാത്തത് കൊണ്ട് അവരെടുക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഈ പറയുന്ന ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോപ്പിംഗ് മെത്തേഡ്സ് എന്നുള്ളതാണ് പറയാ. കോപ്പിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ കോപ്പിംഗ് മെത്തേഡ്സ് എന്നുള്ളതൊക്കെ പറയും. അപ്പോ അങ്ങനെ ആ കോപ്പിംഗ് സ്റ്റൈല് പലപ്പോഴും അവരുടെ വിഷയങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ കൂട്ടുകയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി പറയാം. ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അയാൾ എന്ത് ചെയ്യുന്നു, അയാള് ഒരു റിലേഷൻഷിപ്പിലാണ്.
റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഭയങ്കര അബാൻഡൻമെന്റ് ഫിയർ ഒക്കെ ഉള്ള ആളാണ്. അബാൻഡൻമെന്റ് ഫിയർ എന്ന് പറഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പും അൺസ്റ്റേബിൾ ആണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആളുകൾ റിലേഷൻഷിപ്പ് ഒന്ന് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പേടിക്കുന്ന ഒരാളാണ്. അത് അയാളുടെ ഉള്ളിൽ കിടക്കണം. അയാളുടെ സ്കീം അല്ലെങ്കിൽ കോർ ബിലീഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ പാർട്ട്ണറെ ഫോൺ വിളിക്കും. പാർട്ട്ണറെ ഫോൺ വിളിക്കുന്ന സമയത്ത് അയാൾ എടുക്കൂല, ഫോൺ എടുക്കാത്തത് തിരക്കിലാവുന്നത് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും പണിന്റെ തിരക്കിലൊക്കെ ആവുന്ന സമയത്ത്, ജോബിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഫോൺ എടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ആൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വീണ്ടും വിളിക്കും. വീണ്ടും വിളിക്കും. ഇങ്ങനെ ഫോൺ എടുക്കുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അയാളുടെ പാർട്ട്ണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഫോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-50 മിസ് കോൾ ഉണ്ടാവും. ആ ഫോൺ എടുക്കുന്നത് വരെ അല്ലെങ്കിൽ ഫോൺ ഇനി എടുക്കൂല എന്ന് തോന്നുന്നത് വരെ വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇയാളോട് സംസാരിച്ച സമയത്ത് അയാൾ പറയുന്നത്, ഒന്ന് ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ ബിസി ആണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ബിസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ്, കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കാട് കയറി ചിന്തിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പാർട്ണർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സമയത്തും ആളെന്ത് ചെയ്യാണ്, എനിക്ക് ക്ഷീണത്തിലാണ്, നല്ല ഉറക്കമുണ്ട്, അപ്പോ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ ഓഫാക്കി അല്ലെങ്കിൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഇയാൾക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് അബാൻഡൻമെന്റ് സ്കീം ഓൾറെഡി ഉണ്ട്. അപ്പൊ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ തന്നെ ഇയാൾ വിചാരിക്കുന്നത് എന്നോട് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് പ്രയോറിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ ബിസി ആണെന്ന് പറയാൻ ആകെ 2-3 സെക്കൻഡ് സമയം മതിയല്ലോ. അപ്പൊ അത് പറഞ്ഞിട്ട് ഫോൺ വെക്കാലോ. അപ്പൊ എന്നോട് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, എന്നോട് ഇപ്പോ ഇഷ്ടം തോന്നാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ പഴയ പോലെയുള്ള ഒരു അടുപ്പം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടമില്ലാതാവാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാനിങ്ങനെ എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒരു സമാധാനം ഒന്നും കൊടുക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ സങ്കടം, വിഷമം, അല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുക, അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്നോട് ഇഷ്ടം കുറയുന്നത് എന്നുള്ള ഒരു ഇൻസൈറ്റ് അയാൾക്ക് ഉണ്ട് താനും. എന്നിട്ട് ഇങ്ങനെ ഫോൺ ഇൻ കേസ് ഇങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് 10-12 വട്ടം വിളിച്ചു, അപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ പറയുന്നത്, അപ്പോ ഫോൺ എടുത്തു എന്നുള്ള സമാധാനമല്ല അയാൾക്ക് ഉണ്ടാവുന്നത്, നേരം ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല എന്ന് പറയുന്ന ഫ്രസ്ട്രേഷൻ ആണ്. ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ കാരണം ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും നേരം വിളിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന ദേഷ്യം, സങ്കടം, അതുപോലെ തന്നെ ഈ ഡിസപ്പോയിന്റ്മെന്റ്, ഇതൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതൊക്കെ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരും. എന്താണെന്ന് ഫോൺ എടുത്താൽ ഒന്ന് ഇത് വെച്ച് പറഞ്ഞ പോലെ, ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്, അതൊന്ന് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പ്രശ്നമായിരിക്കും. അപ്പൊ മറ്റേ ആള് പറയുന്നത്, ഞാൻ ജോലിയിലല്ലേ, തിരക്കിലല്ലേ, അതുകൊണ്ടല്ലേ എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ട് അയാൾക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത് അവസാനം ഭയങ്കര തല്ലാവും. ഓക്കെ, അപ്പോ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കേസ് അതാണ്. രണ്ടാമത്തെ ഒരു കേസ്, ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് പ്രസന്റേഷൻ, ആളുകളുടെ ഇടയിൽ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോ സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ സംസാരിക്കുന്ന സാധനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കും സംസാരിക്കുന്ന സമയത്ത്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആരെങ്കിലും അയാളോട് സംസാരിക്കാൻ വന്ന അയാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ആ സംസാരത്തിൽ നിന്നും ആകെ 1-2 വാക്കിൽ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് അതിൽ നിന്ന് വലിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പതുക്കെ അവിടെ നിന്ന് വലിയാണ് ചെയ്യുക. അങ്ങനെ വലിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഇയാൾക്ക് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല, പതുക്കെ അവിടുന്ന് ഒഴിവായി പോകും. അപ്പൊ ഇയാൾ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് അധികം എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവസാനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് എറർ വന്നതായിട്ട് ഫീൽ ചെയ്തത്, എപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ അവർ പറയും, ഞാൻ എപ്പോഴും സംസാരിക്കാൻ നിൽക്കാറില്ല. അയാൾ കോപ്പ് ചെയ്യുന്നത്, ഒരു സിറ്റുവേഷൻ വരുന്നു, സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, ആ സിറ്റുവേഷൻ വരുമ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ട് അയാളുടെ മൈൻഡിലേക്ക് വരുന്നത് ഇപ്പറ്റും സംസാരിക്കുന്നത് തെറ്റും, ആളുകളുടെ ഇടയിൽ വഷളാവും, ഇവരെ കളിയാക്കി ചിരിക്കും, പിന്നെ മറ്റുള്ളവരോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും, പിന്നെ ഇവരെ മുമ്പിൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റൂല, അവർക്ക് ഇന്നേം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇവർ ഇന്ന കൂട്ടത്തിൽ കൂട്ടൂല, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കണേ.
അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ തീരുമാനിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കാതിരിക്കുന്നതാണ്. അപ്പൊ തെറ്റൂലല്ലോ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ തന്നെ അയാൾ വേഗം അവിടുന്ന് വെളിയും. ഒന്ന് രണ്ട് വാക്കിൽ ഉത്തരം പറയുന്നു, തിരക്കാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നു, വേഗം അവിടുന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. ഇതാണ് അയാൾ എടുക്കുന്ന ഒരു കോപ്പിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ബിഹേവിയർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു കേസിൽ ഒരാൾ വിചാരിക്കുകയാണ്, ഇന്നലെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ അത്ര വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേർത്ത്ഫുൾ ആയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അവർക്കൊരു ഭാരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് ഞാൻ ഭാരമാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും വരും. അത് വീട്ടിൽ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനത്തെ തോന്നലൊക്കെ വരികയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അയാൾ പറയാറുണ്ട്, അയാൾ വിചാരിക്കുകയാണ് ഞാൻ ഭാരമാണ്, വീട്ടുകാർക്കൊന്നും ഒരു ഉപകാരമില്ല, എനിക്ക് ഇത്ര വയസ്സായിട്ടും ഞാൻ വീട്ടിലേക്ക് ഇതുവരെ എനിക്കൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. ആസ് എ മെയിൽ ഈ ഒരു പ്രായമാകുമ്പോക്ക് വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. 32 വയസ്സായിട്ടും ഇപ്പോഴും എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ ഫസ്റ്റത്തെ സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. എന്ത് ചെയ്യുന്നു, എൻ്റെ അനിയൻ കുറച്ച് പൈസ ഫണ്ട് ചോദിച്ചു, ആ ഫണ്ട് ചോദിച്ചിട്ട് അതുപോലും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള വേർത്ത്ലെസ്നെസ് അയാൾക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് അയാള് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കര ഗിൽട്ട് വരുന്നു. ആ ഗിൽട്ട് വന്നിട്ട് അയാൾ എന്തെങ്കിലും വർക്ക് ചെയ്യാം എന്ന് വിചാരിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത്. ആ ഗിൽട്ട് വന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം ആക്ച്വലി ഉണ്ടാകുന്നില്ല. അപ്പോ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് ആള് എന്താണ്, പിന്നെ ഒന്നിനും കൊള്ളൂലാത്ത ആളാണ് എന്ന് അയാൾക്ക് ഒരു തോന്നൽ വരുന്നു. അങ്ങനെ തോന്നുന്ന സമയത്ത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് പോവുക എന്നുള്ളതൊക്കെ അയാൾക്ക് ഭയങ്കര മടിയായിട്ട് ഫീൽ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആളുകള് പതുക്കെ ഇയാള് വിളിച്ചിട്ട് പോകുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പതുക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഒഴിവായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇയാളെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇയാളെ കൊണ്ടുപോകുന്നില്ല, അന്വേഷിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അവർക്ക് ഇന്നെ ഇഷ്ടമില്ലാതാവുന്നുണ്ട് എന്നുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. ഈ 3 കേസ് ഞാൻ പറഞ്ഞപ്പോ അവരെടുക്കുന്ന കോപ്പിംഗ് സ്റ്റൈല്, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് കാണിക്കുന്ന ഈ ബിഹേവിയർ കൂടുതൽ അവരുടെ പ്രശ്നങ്ങളെ വഷളാക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് വഷളാക്കുക എന്നുള്ളത് ഒന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് പറഞ്ഞ കേസിൽ നിന്ന് നമുക്ക് പറയാം എന്തെങ്കിലും, അതെ സർ, ആർക്കെങ്കിലും അത് കൂടുതൽ മോശമാകത്തേ ഉള്ളു. അപ്പം അബാണ്ടൻമെന്റ് ആ ഫീൽ ചെയ്യുന്നത് കൂടും, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാ കൂടുക? അത് ഇപ്പം തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അയാൾ വീണ്ടും വിചാരിക്കും എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, എന്നെ നിന്ന് ഒഴിഞ്ഞു പോകാനാന്ന് വിചാരിച്ചാൽ ആ ഫിയർ ഓഫ് അബാണ്ടൻമെന്റ് കൂടും. അതല്ലേ അയാളുടെ പ്രശ്നം. ഉള്ള പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും കോപ്പിംഗ് ഇത് ചെയ്യുമ്പോ. അതെ, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിലൊക്കെ? ഇല്ല സാറേ, ഇതില് പിന്നെ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ? എങ്ങനെ? ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇല്ല, എന്താണ് ബ്രെയിൻ ന്യൂറോ പ്രോബ്ലംസ്, അതായത് എന്താ ഡോപ്പാമിൻ എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും സംഭവങ്ങളുടെ എഫക്ട് ഉണ്ടാവുമോ ഇതില്? ഇങ്ങനെ അത് സ്വാഭാവികമായിട്ടും എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളുടെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നതും സ്റ്റെം ചെയ്യുന്നതും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇന്റർപ്ലേ ഒക്കെ കൊണ്ട് തന്നെയാണ്. അതെന്തായാലും ഉണ്ടാവും. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഗിൽറ്റ് അടിക്കുന്നു, നമ്മൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല, നമ്മൾ ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ബെഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും വലിയ മീനിങ് ഒന്നും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡോപ്പമൈൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ആളുകളുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ആങ്സൈറ്റി കൂടുന്നുണ്ട്, സെറട്ടോണിന്റെ അളവ് ഭയങ്കരമായി കുറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഡിഫറൻസ് എന്തായാലും അവിടെ ഉണ്ടാകും. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ബിഹേവിയർ എടുക്കുന്നത് കൊണ്ട് മാത്രം, ഇങ്ങനത്തെ ഒരു കോപ്പിംഗ് സ്റ്റൈൽ അയാൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്.
ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസിൽ എന്താണ് ശരിക്കും സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാളുടെ ടെൻഷൻ കൊണ്ടും ഇയാളുടെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ടും അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് ആക്ച്വലി റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നത്. മറ്റേ പാർട്ട്ണറുടെ ഒരു പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പാർട്ട്ണറാണ് എന്നുള്ളത് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മളെ ഒരാൾ, അത് ആരായിക്കോട്ടെ, നമ്മളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, നമുക്ക് അറിയാത്ത ഒരാളായിക്കോട്ടെ, റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുക. നമ്മൾ ഒരു വട്ടം നമ്മൾ ഫോൺ വിളിച്ച സമയത്ത് നമ്മൾ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കട്ടാക്കുകയോ ചെയ്തു. വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുന്നത് വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, ഫീൽ ചെയ്യാം. എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക ശരിക്കും? ഇറിറ്റേഷൻ, ദേഷ്യം, ഇറിറ്റേഷൻ ഉണ്ടാകും, ദേഷ്യം വരും. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിലോ, ഇത് ഒരു വട്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, ഇറിറ്റേറ്റഡ് ആയി, നമ്മൾ ദേഷ്യം പിടിച്ച് നമ്മൾ പറയും ഇതൊന്ന് മനസ്സിലാക്കിക്കൂടെ, ബിസി ആയിട്ടാണ് എന്നുള്ളത്, കട്ടാക്കിയാലെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ ആൾ പറയും ഓക്കെ സോറി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ പാർട്ട്ണർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി ബ്ലോക്ക് ചെയ്തിട്ട് പോകാം. നമ്മുടെ പാർട്ട്ണറാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മളുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും ഇവൻച്വലി? നമ്മള് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോ. ഓക്കെ, പിന്നെ ഫോണിലൂടെ ആണെങ്കിൽ ഫോൺ എടുക്കാതെ ഫോൺ എടുക്കാതിരിക്കും. ദെൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാനാവോ ശ്രമിക്കും. ഒന്നുകൂടി ഒരു ട്രയല് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നാലോ? ശല്യമാണെന്ന് തോന്നുന്നു, ഒഴിവാക്കാൻ ശ്രമിക്കും. ശല്യാണ്. യെസ്. പിന്നെ ഓക്കെ, സംഭവിക്കുക എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് പതുക്കെ പതുക്കെ അത് മടുത്തു തുടങ്ങും അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? നമുക്ക് മടുത്തു തുടങ്ങും. അയാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മൾ ഫോൺ എടുക്കാതെയാവും അല്ലേ? നമുക്ക് പിന്നെ ഫോൺ എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആ താല്പര്യം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ശരിക്കും എന്ത് സംഭവിക്കണത്? നമ്മള് പിന്നെ ക്ഷീണമാണ്, ഉറക്കം വരുന്നു, ഇപ്പൊ വയ്യ, ഞാൻ നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ഒഴിവാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇതെത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നും പിന്നെ ഫോൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് മാത്രമല്ല, മറ്റേ ആൾക്കത് മനസ്സിലാവും. കുറച്ച് കഴിയുന്ന സമയത്ത് മനസ്സിലാവും ഇത് ടയേർഡായിട്ടോ അല്ലെങ്കിൽ ക്ഷീണമായിട്ടോ ഒന്നുമല്ല, ഇത് ശരിക്കും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ളത് ആൾക്കത് മനസ്സിലാകും. അത് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഈ അബാൻഡൻമെന്റ് സ്കീമയിലേക്ക് തന്നെയാണ് വീണ്ടും ഇതെന്ത് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിലീഫ് വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുക? അപ്പോ ശരിക്കും എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ പ്രശ്നം കൂടും. അതായത് അയാളുടെ ഒരു അബാൻഡൻമെന്റ് സ്കീമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബാൻഡൻമെന്റ് കോർ ബിലീഫ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ അയാൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ആണ്, ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ എന്ത് ചെയ്യുന്നു, പിന്നെ ബുദ്ധിമുട്ടാവുന്നു, അയാൾ വേഗം അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സംസാരിക്കുന്ന സമയത്താണ് തെറ്റുപറ്റുക. ആ തെറ്റുപറ്റുമ്പോൾ വേണ്ടിയിട്ട് മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കും, അവിടുന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അവസാനമായിട്ട് തെറ്റിയത് എപ്പോഴാണ്? അപ്പൊ അയാൾ പറയും അങ്ങനെ തെറ്റാറില്ല, കാരണം ഞാൻ എന്ത് ചെയ്യും, അവിടുന്ന് ഓൾറെഡി വേഗം അവിടുന്ന് ഇങ്ങോട്ട് പോരും, അവിടുന്ന് പോരുന്നത് കൊണ്ട് തെറ്റാറില്ല. അപ്പൊ ഇയാള് വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഞാൻ ഇങ്ങനെ അവിടുന്ന് പോരുന്നത് കൊണ്ടും ഞാൻ ആ സമയത്ത് സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് പറ്റാത്തത്
അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തെറ്റ് പറ്റാത്തത്. ഞാൻ സംസാരിച്ചാൽ എനിക്ക് എന്തായാലും തെറ്റ് പറ്റും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അയാൾ എടുക്കുന്ന ബിഹേവിയർ ആക്ച്വലി അയാൾക്ക് ശരിക്കും ഇങ്ങനെ സംസാരിച്ചാൽ എന്താ പറ്റുക, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും എന്ത് പറ്റും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കൂല. പിന്നെ എന്താണെങ്കിലും എന്ത് സംഭവിക്കും? ഇയാളുടെ ആ വിശ്വാസം ഇയാൾ ചെയ്യുന്ന പരിപാടി കൊണ്ട് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അയാൾക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റൂല, ഞാനിത് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം എന്റെ തെറ്റുന്നില്ല, ഞാൻ സംസാരിച്ചാൽ ഇത് എന്തായാലും തെറ്റും എന്നുള്ള രീതിയിൽ അയാളുടെ വിശ്വാസം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുക, അല്ലേ? അതെ അതെ. പക്ഷെ അവോയ്ഡ് ചെയ്യുമ്പോ ദെൻ സാർ മറ്റേ കക്ഷിക്ക് കൂടുതൽ പാനിക് ആവുമല്ലേ ചെയ്യാ? നമ്മളിങ്ങനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു എന്ന് മറ്റേ ആള് മനസ്സിലാക്കുമ്പോ ആ കക്ഷിക്ക് കൂടുതൽ അദ്ദേഹം പാനിക് ആവുകയല്ലേ ചെയ്യാ? അത് ഒരു മോശാവസ്ഥയിലേക്ക് നയിക്കൂലേ? ഏത് വ്യക്തിക്കാണ് ചോദിച്ചത്? ഇതിൽ രണ്ടാമത്തെ തന്നെ കേസാണ് മാഡം. രണ്ടാമത്തെ കേസ് കാണാം. രണ്ടാമത്തെ കേസിൽ അല്ല, ഇതിലിപ്പം വിളിച്ചിട്ട് അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. കൂടുതൽ നമ്മൾ മടുത്തു പോകുമ്പോ നമ്മളപ്പോ അവോയ്ഡ് ചെയ്യുമ്പോൾ മറ്റേ എതിർ കക്ഷിക്ക് ആ ക്ലയന്റിന് കൂടുതൽ പാനിക് ആവുകയല്ലേ ചെയ്യാ? എനിക്ക് മനസ്സിലായില്ല. ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള വ്യക്തിക്ക് ഇത് കൂടുന്നാണോ പറയുന്നത്? പാനിക് അറ്റാക്ക് ഫസ്റ്റ് കേസിന്റെ കൂടുന്നാണോ കാര്യം പറയുന്നത്? പറയുന്നത്. ഓക്കെ, അതിനെയാണ് പറഞ്ഞത് ആദ്യത്തെ അവോയ്ഡ് കേസിന്റെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുന്ന ആൾക്ക് പാനിക് ആവുന്നാണോ പറയുന്നത്? അവോയ്ഡ് ചെയ്യപ്പെടുന്ന ആൾക്ക്. നമ്മളിപ്പോ കോൾ ചെയ്തു നമ്മൾ എടുക്കുന്നില്ല, കുറെ നാൾ അങ്ങനെ എടുക്കാതിരിക്കുമ്പോ പിന്നെ ഈ മിസ് കോള് കണ്ടു എന്ന് പറഞ്ഞ കേസില്ലേ, അതില് ഫോൺ ചെയ്ത് എടുക്കുന്നില്ല, നമ്മൾ മറ്റേ കക്ഷി എടുക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്താ പറയാ, തീരെ എടുക്കാതിരിക്കുമ്പോ ഇയാളുടെ മനസ്സ് കൂടുതൽ പാനിക് ആവുമല്ലേ ചെയ്യുന്നേ? അപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ വരുന്നുണ്ടോ? നമ്മൾ പിന്നെ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇന്നലെ ഒരുപാട് സാധനങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഫോൺ വിളിച്ചോണ്ട് ഇപ്പൊ അതെ അത് തന്നെ. ഗിരിജ അല്ലേ ഇത് ചോദിച്ചത്? ഗിരിജ ടി എം എന്ന് പറയുന്ന പേരുള്ള ആളല്ലേ ചോദിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് വിളിക്കുന്നു, നിങ്ങൾ ഒരാൾക്ക് ഫോൺ വിളിച്ചു, ആ ഫോൺ വിളിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു? ഫോൺ കട്ടാക്കി. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും, വീണ്ടും നിങ്ങൾ വിളിക്കും, രണ്ടാമതും അയാൾ കട്ടാക്കി. നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തൊക്കെയായിരിക്കും വരിക? ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ കട്ടാക്കുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ല അല്ലെങ്കിൽ ഗിരിജ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ എന്നൊക്കെ ചിന്തിക്കും. ഓക്കെ, എന്നൊക്കെ വരും. നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നില്ല, നിങ്ങൾ ആള് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരും. ഓക്കെ, നിങ്ങൾ അയാളെ പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല, നിങ്ങൾ അയാളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അയാൾ തിരിച്ചു വിളിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടാണോ അങ്ങനെ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, അങ്ങനെയൊന്നുമല്ല, അതെന്തിനാ അങ്ങനെ ചിന്തിക്കണേ, ഞാനപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല, അല്ലെങ്കിൽ എന്റെ ബോസ് ഉണ്ടായിരുന്നു, അയാളോട് സംസാരിക്കായിരുന്നു, അപ്പൊ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല, അതുകൊണ്ടാണ് കട്ടാക്കിയത്, ബിസി ആക്കിയത് അതുകൊണ്ടാണ്. അപ്പം ബിസി ആക്കിയാൽ ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, എന്ന് അയാൾ പറഞ്ഞു, അയാൾ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നു. അതിനുശേഷം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയതുകൊണ്ടാണോ, എന്നെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുക? അതല്ല അയാൾ പറഞ്ഞിരുന്നു ബിസി ആകുമ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത് എന്നുള്ളത്, അപ്പൊ എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നാണോ നിങ്ങൾ ആലോചിക്കുക? രണ്ടാമത് പറഞ്ഞത് നമ്മൾ അന്നേരം എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഇദ്ദേഹം പറഞ്ഞല്ലോ, ക്ലാരിഫൈ ചെയ്ത പിന്നെ നമ്മൾക്ക് ഓക്കെ ആയല്ലോ, ക്ലിയർ ആയി. ഓക്കെ ആയല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക, അതല്ല ഒരു വട്ടം കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുകയാണോ ചെയ്യുക? അവിടെ നിർത്തും. കാരണം പിന്നെ അറിഞ്ഞല്ലോ, സംഭവം അറിഞ്ഞല്ലോ, ബിസി ആയിരിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, ബിസി ആയിരിക്കും എന്ന് വിചാരിക്കും, നമുക്കത് മനസ്സിലാവും, നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? മനസ്സിലാക്കിയോ? ഇയാളുടെ കേസിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇയാളുടെ കേസിൽ ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം, അയാൾ ജോലിയിലാണ്, എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല,
എന്നുള്ളതൊക്കെ ഇയാൾക്ക് ഇൻസൈറ്റ് ഉണ്ട്, അയാൾക്ക് അറിയാം, ഇന്റലക്ച്വലി അയാൾക്ക് അറിയാം. പക്ഷെ അതേസമയം ഫോൺ വിളിച്ചിട്ട് ഒരു സമയത്ത് എടുക്കാതിരിക്കുമ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വരുന്നത് തിരക്കിലായിരിക്കാം, ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതൊന്നും അയാളുടെ മൈൻഡിലേക്ക് വരില്ല. അയാൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇയാൾ പിന്നെ അവോയ്ഡ് ചെയ്യാണോ, എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, ഇയാൾ എന്താ ഫോൺ എടുക്കാത്തത്, എനിക്ക് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ, ഒന്ന് തിരക്കിലാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് പറഞ്ഞൂടെ എന്നൊക്കെയാണ് ഇയാളുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പൊ അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സിറ്റുവേഷൻ. ക്ലിയർ ആയോ? ഇപ്പൊ ഇവളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേയാള് ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാളുടെ പ്രശ്നം ഫോൺ എടുക്കാതെ സമയത്ത് എത്ര തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഇയാളുടെ തലയിലേക്ക് വരുന്നത് അവോയ്ഡ് ചെയ്യാണ്, ഇഷ്ടമില്ലാട്ടാണ്, പ്രയോറിറ്റി ഇല്ലാട്ടാണ് എന്നുള്ള സാധനങ്ങളാണ്. ആ തോട്ടാണ് പ്രശ്നം. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എങ്ങനെ പറയും, അതിന്റെ അൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും അൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചോദിക്കുകയും എവിഡൻസ് സീക്ക് ചെയ്യുകയും ഇങ്ങനത്തെ ഒരുപാട് ടെക്നിക്സ് എടുത്തിട്ട് നമ്മൾ അതിനെ ചാലഞ്ച് ചെയ്യും. ഓക്കെ, അതിനെ ചലഞ്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരൂല. ഓക്കെ, കാര്യങ്ങൾ തീരൂല. അതിന്റെ കാരണം എന്താണ്? ഇയാൾക്ക് അതൊക്കെ മനസ്സിലായി. അതൊക്കെ മനസ്സിലായിട്ടും ഇയാൾ ഒരു എന്താണ് ബിസി ആയിരിക്കും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പുറത്ത് പ്രശ്നം കൂടും അല്ലെ? ഇയാൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? മറ്റേയാൾ ഫോൺ എടുക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, ഫോൺ വിളിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ വീണ്ടും ഇയാൾക്ക് തോന്നുന്നത് എന്നോട് ഇഷ്ടം കുറയാണ്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നുള്ള സാധനങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബിഹേവിയേഴ്സും നമ്മൾ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറയുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന്റെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്നും കൂടി ചെയ്യും, അയാളുടെ ഈ പറയുന്ന കോപ്പിംഗ് സ്റ്റൈൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെയും കൂടി സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതെങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ടെക്നിക്സ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ ബിഹേവിയറൽ എക്സ്പെരിമെന്റ്സ് എന്നുള്ളതിന്റെ എന്താണ് റാഷണൽ ആണ്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ക്ലയൻസിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ഇത് ചെയ്യണം, ഞാൻ കുറച്ച് സാധനങ്ങൾ പറയും, നിങ്ങൾ അതേപോലെ ചെയ്യണം എന്ന് പറയല്ല ചെയ്യുക, എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ തോട്ട് വരിക മാത്രമല്ല ചെയ്യുന്നത്, ആ തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികളുണ്ട് ആ തോട്ടിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇമോഷണൽ ആവുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഒരുപാട് പണികളുണ്ട്. ആ പണികൾ പലപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ കൂടുതൽ വഷളാക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വിശ്വാസത്തിനെ, നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ വീണ്ടും വീണ്ടും സ്ട്രെങ്തൻ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സ്വഭാവങ്ങളെയും കൂടി നമ്മൾ കുറച്ച് മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം തന്നെ ആയിരിക്കും. എന്നാൽ പോലും നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ മാനേജ് ചെയ്യേണ്ടി വരും. അത് മാനേജ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എക്സ്പെരിമെന്റിന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റാഷണൽ നമ്മൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിന്റെ ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇമാജിനൽ എക്സ്പോഷർ തെറാപ്പി തന്നെയാണ് മിക്കവാറും നമ്മൾ ചെയ്യുന്നത്. എക്സ്പോഷർ തെറാപ്പി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്, അവർ ഏതൊരു സിറ്റുവേഷനെയാണോ പേടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള എന്തൊക്കെ കോപ്പിംഗ് മെത്തേഡ്സ് ആണോ ഉള്ളത്, അതിനെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെത്തേഡ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതാണ് ഹെൽത്തി എന്നുള്ളത് ആരാണ് തീരുമാനിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമ്മളല്ല തീരുമാനിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുക. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഈ സാധനം പറഞ്ഞു കൊടുക്കും. പലപ്പോഴും നമ്മളുടെ ചില സ്വഭാവങ്ങളും നമ്മളുടെ ബിഹേവിയറും ഈ പറയുന്ന പ്രശ്നത്തിനെ കൂട്ടാറുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ പറയുന്ന ഈ റിപ്പീറ്റഡ് ആയിട്ട് ഫോൺ വിളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിച്ചു പോകും. അതേസമയം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ എന്നുള്ളത് നമ്മൾ ആദ്യം ചോദിക്കും.
അപ്പോൾ അയാൾ പറയും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഗുണം ആലോചിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അതങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമാണ് എന്നുള്ളത് നമ്മൾ പറയും, അയാൾ പറയുമായിരിക്കും. ഓക്കെ, നമ്മൾ അത് എഴുതി വെക്കും. വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ അയാൾ പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, 2 ഗുണമായി. വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവർക്ക് പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കും, അയാൾക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോ അവര് പറയുന്നത് ഞാൻ വിളിക്കുന്നതിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി 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 വരികയാണ് ചെയ്യുന്നത് എന്ന് പറയും, ഒരു കാരണമായി. വേറെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമോ? അപ്പൊ അവർക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നുണ്ട്. ഇത് ഫോൺ വിളിച്ച് പിന്നെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് അയാൾ എന്നോട് സംസാരിക്കാറുള്ളത്, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, ഇറിറ്റേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോ 2 പോയിന്റ്സ് ആണ് അഡ്വാൻറ്റേജിൽ പറഞ്ഞത്, 2 പോയിന്റ്സ് ആണ് ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞത്. ദെൻ നമ്മൾ ചോദിക്കും അഡ്വാൻറ്റേജിൽ പറഞ്ഞിട്ടുള്ള ആദ്യ സാധനം, നിങ്ങൾക്ക് ടെൻഷൻ എന്താണ്, അയാൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ടെൻഷൻ, നമുക്ക് ഫോൺ എടുക്കുകയാണെങ്കിൽ ടെൻഷൻ കുറയും. പക്ഷേ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശരിക്കും അയാൾ ഫോൺ എടുക്കുകയാണോ ചെയ്യുന്നത്, അതല്ല കൂടുതൽ എടുക്കാതെ ആവുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ അയാൾ ആലോചിച്ചിട്ട് പറയുന്നു ആ ശരിയാണ്, ഞാൻ സാധാരണഗതിയിൽ ആദ്യമൊക്കെ വിളിച്ച സമയത്ത് വിളിക്കുമ്പോൾ എടുത്തിരുന്നു, പക്ഷേ ഇപ്പം ആയപ്പോ അങ്ങനെ ഫോൺ എടുക്കാറില്ല, ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഫോൺ എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്ന അഡ്വാൻറ്റേജ് കംപ്ലീറ്റ്ലി ശരിയല്ല എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. ദെൻ രണ്ടാമത്തെ ഒരു സാധനം, അയാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ടെൻഷൻ കുറയും എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഞാൻ മറന്നുപോയി, എന്തായിരുന്നു? അയാൾ ഫോൺ എടുക്കുകയാണെങ്കിൽ സമാധാനമാവും. പിന്നെന്തായിരുന്നു പറഞ്ഞത്? കുറെ തവണ വിളിക്കുമ്പോ അയാൾ ഫോൺ എടുക്കുമായിരിക്കും എന്ന്. എടുക്കുമായിരിക്കും എന്നുള്ളത്, പക്ഷെ അയാൾ എടുക്കുന്നില്ല. ഇപ്പൊ കുറെ സമയം വിളിക്കുന്ന സമയത്തും കൂടുതൽ കൂടുതൽ വിളിക്കുന്ന സമയത്ത് അയാൾ എടുക്കുന്നുള്ളൂ. എടുത്താൽ സമാധാനാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ഭയങ്കര സമാധാനത്തിൽ സംസാരിക്കുകയാണോ ചെയ്യണേ, അതല്ല നേരെ മറിച്ച് നിങ്ങൾ അവിടെ വഴക്ക് കൂടുതൽ ഉണ്ടാവുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും വഴക്കാണ് ഉണ്ടാവുന്നത്, അല്ലാതെ എന്താവുന്നില്ല, ശരിയാവുന്നില്ല എന്നുള്ളത് പറയും. അപ്പൊ ആ 2 അഡ്വാൻറ്റേജും പറഞ്ഞതും തെറ്റാണ്. ഇനി ഡിസഡ്വാൻറ്റേജിലേക്ക് വരിക, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതിന്റെ ആക്യുറസിയും കൂടി ചെക്ക് ചെയ്യണം. എത്രത്തോളം സമയത്ത് അയാൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എന്ന് തോന്നാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നത്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അപ്പൊ അയാൾ പറയും ഫോൺ വിളിക്കുന്ന സമയത്ത് ദേഷ്യത്തിലാണ് സംസാരിക്കുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക, അപ്പൊ നിങ്ങൾ അങ്ങനെ വിളിച്ചില്ല, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അങ്ങനെ വിളിക്കാതിരിക്കുന്ന, ഒറ്റവട്ടം നിങ്ങൾ വിളിച്ചു പിന്നെ വിളിച്ചില്ല, കുറച്ച് കഴിഞ്ഞ സമയത്ത് തിരിച്ചു വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ച ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ അയാൾ പറയാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു വട്ടം വിളിച്ചിട്ട് എടുക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിലാണ് സംസാരിക്കാറുള്ളത്. അതായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിയാണ്, ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ ആൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വിളിക്കുന്ന സമയത്ത് ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ, ആദ്യം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സങ്കടമൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെയും വിളിക്കുന്നതിനനുസരിച്ച് എനിക്ക് സങ്കടം കൂടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഡിസഡ്വാൻറ്റേജ് ശരിയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ കൂടുതൽ വിളിക്കുന്നത് കൊണ്ട് ഗുണമാണോ കൂടുതൽ, അതല്ല അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണോ കൂടുതൽ? അപ്പൊ അയാൾ പറയും ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതൽ. അപ്പൊ പിന്നെ നമ്മൾ എമ്പതൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രയോറിറ്റി തോന്നുന്നില്ല എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെയാണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
പ്രയോറിറ്റി തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണോ അതിന്റെ അർത്ഥം അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഒരാൾ ഫോൺ വിളിക്കാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുന്നത് പ്രയോറിറ്റി ഇല്ല എന്നുള്ളതാണ്. അതാണ് അയാൾക്ക് വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഫൈൻ, അങ്ങനെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് എത്രത്തോളം അത് ആക്യുറേറ്റ് ആയിരിക്കും, എത്രത്തോളം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചോദിക്കും. പല ടെക്നിക്കും അയാൾ പറയണ 70%. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ആൾട്ടർനേറ്റീവ്ലി വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമോ അയാൾ ഫോൺ എടുക്കാതിരിക്കാൻ? വേറെ ഏതെങ്കിലും, അയാൾ സാധാരണഗതിയിൽ ബിസി ആകുമ്പോൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? അങ്ങനെ കട്ടാക്കുകയാണോ ചെയ്യുക, ഫോൺ എടുക്കാതിരിക്കുകയാണോ ചെയ്യുക? അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഓൾറെഡി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ എടുത്തിടും. നമ്മൾ പറയും നമ്മൾ ഇന്നലെ ഈ സാധനം ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതേസമയം ചിലപ്പോൾ നമുക്ക് ഫോഴ്സ്ഫുള്ളി മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ ജോബിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രയോറിറ്റി നമ്മളുടെ പാർട്ട്ണറാണ് എന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ നമ്മൾക്ക് ഫോഴ്സ്ഫുള്ളി നമുക്ക് കൊടുക്കേണ്ടി വരും നമ്മളുടെ ജോബിന് പ്രയോറിറ്റി, അല്ലെങ്കിൽ അതൊരു ലോങ് ടേമിൽ പ്രശ്നം ഉണ്ടാവും. ഇത് ബേസിക്കലി എവിടുന്നാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പണ്ടൊക്കെ കേൾക്കുന്ന ഒരു ടോക്സിക് സാധനമാണ് ഇത്. ആൾക്കാർ നോബഡി ഈസ് ട്രൂലി ബിസി, ഇറ്റ്സ് എവറിത്തിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി എന്നൊക്കെ പറയുന്ന കോട്ടൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അത് തെറ്റാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളോട് വാട്സാപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വന്നു. ആ ഗസ്റ്റ് കയറി വരുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ മെസ്സേജ് അയക്കാമെന്ന് പറയാനുള്ള സമയം പോലും കിട്ടാത്ത സമയങ്ങൾ വരും. അപ്പൊ നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ അതേസമയം ഗസ്റ്റ് വരുന്ന സമയത്ത് മാന്യത എന്ന് പറയുന്നത് ഫോൺ എടുത്തു വെക്കുകയും അയാളെ വെൽക്കം ചെയ്യുക എന്നുള്ളതുമായിരിക്കും. അപ്പൊ അവിടെ പ്രയോറിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ മാന്യതയ്ക്കും നമ്മളുടെ ഒരു എന്താ പറയുക കൾച്ചറൽ നോം, നമ്മളുടെ ഒരു മൊറാലിറ്റി എന്ന് സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അപ്പം ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ പ്രയോറിറ്റി എന്നുള്ളതാണ്, എപ്പോഴും അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പ്രയോറിറ്റി എന്ന വിഷയമല്ല. ജോബ് കഴിയുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി അയാൾ നിങ്ങളെയാണ് വിളിക്കാറുള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രയോറിറ്റി. അപ്പൊ ജോബിൽ ബിസി ആകുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ചെയ്യല്ലാതെ നിവൃത്തിയില്ല എന്നുള്ളതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാധനത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നതാണോ ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നു. ആ സമയത്ത് വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ മാനേജ് ചെയ്യാൻ നമ്മൾ കോപ്പിംഗ് കാർഡ് കൊടുത്തു. കോപ്പിംഗ് കാർഡ് പോലെയുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ ഇപ്പൊ തീരുമാനമായിട്ടുള്ളൂ. അത് അതേപോലെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അത് തീരുമാനമാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്തു നോക്കണം. ബിഹേവിയറൽ എക്സ്പെരിമെന്റ്സ് ചെയ്തു നോക്കിയിട്ടാണ് എത്രത്തോളം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനൊരു തീരുമാനമാവുക. ആ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ പറയുന്ന ഇമാജിനൽ എക്സ്പോഷർ. പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഇൻട്രോസെപ്റ്റീവ് സെൻസ് എക്സ്പോഷറിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല. അത് കുറച്ചും കൂടിയും ഒരു ഡീപ്പൻ ആയിട്ടുള്ള സാധനമാണ്. നമുക്കൊരു സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് മാറ്റി വെക്കാം. ഓക്കെ, ഇൻവിവോ എക്സ്പോഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ആക്ച്വൽ സിറ്റുവേഷൻ അയാൾക്ക് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന ടാസ്കുകൾ അയാളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതാണ് ഇൻവിവോ എക്സ്പോഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്ച്വൽ സിറ്റുവേഷനിലായിരിക്കും ആ എക്സ്പോഷർ നടക്കുക. ഈ എക്സ്പോഷർ എന്തിനാ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് വരുന്നു, അയാൾക്ക് ഭയങ്കര ആകുന്നു, അയാൾ അബാൻഡൻമെന്റ് ആണോ എന്നുള്ളത് നോക്കുന്നു. അത് ശരിക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് മാത്രം അയാൾക്ക് അത് ബോധ്യമാവണം എന്നില്ല. അപ്പൊ അത് നമ്മളത് എന്താണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് അയാൾക്ക് ഒരു ഉറപ്പുണ്ടാക്കണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മാത്രമാണ്. അതേസമയം അയാളുടെ ബോധ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അയാൾ അത് ചെയ്ത് അയാൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം, നെഗറ്റീവ് ഔട്ട്കം അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അയാൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അത് ചെയ്യുന്നത് നിർത്തുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ടായി ചെയ്യുന്നത് നിർത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ പറയുന്നത് ബിഹേവിയറൽ എക്സ്പീരിയൻസിൽ അയാൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് മാറിപ്പോരുകയാണ് ചെയ്യുന്നത്. ആ മാറിപ്പോരുന്ന സമയത്ത് വീണ്ടും വീണ്ടും അയാൾ സംസാരിക്കുന്ന സമയത്ത് തെറ്റും എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, സംസാരിക്കുകയും സംസാരിക്കുന്ന സമയത്ത് തെറ്റ് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യണം, ആക്ച്വൽ സിറ്റുവേഷനിൽ അയാൾ പോയിട്ട് അയാൾ സംസാരിച്ച് നോക്കണം. അപ്പൊ ഇങ്ങനെ ആക്ച്വൽ സിറ്റുവേഷനിലേക്ക് പോവുകയും
ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം എന്താണ് എന്നുള്ളത് തീരുമാനിച്ച് ആക്ച്വൽ സിറ്റുവേഷനിൽ അത് ഇംപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയറൽ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. ഈ പറഞ്ഞ സെയിം 2 കേസ് വെച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ പറയാം. ആദ്യം പറഞ്ഞ കേസിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇൻഫോർമേഷൻ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇത് നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ ചെയ്തു നോക്കാം. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി അങ്ങനെ ചെയ്തു നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാതെ നമുക്ക് എന്താണ് ശരിക്കും ആ സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവിവോ എക്സ്പോഷർ ചെയ്യുന്നത്. ഇമാജിനൽ എക്സ്പോഷറിലേക്ക് ഞാൻ വരാട്ടോ. ഇൻവിവോ എക്സ്പോഷർ അതിനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻവിവോ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ നമ്മൾ തീരുമാനിക്കും. ഡിസൈഡ് വിച്ച് എക്സ്പോഷർ ടു എൻഗേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ തീരുമാനിക്കും. അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ പാർട്ണർ ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ഏകദേശം തിരക്കിലാവുന്ന സമയം തന്നെ ആയിക്കോട്ടെ, ആ സമയത്ത് വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരുന്നത്. ആ സമയത്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫോൺ വിളിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ടാസ്ക്. സിറ്റുവേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന അവരോട് പറയുന്നത് അങ്ങനെ വിളിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ അയാൾ പറയും ഫോൺ വിളിച്ചാൽ എടുക്കൂല. അപ്പൊ നമ്മൾ ചോദിക്കും ഫോൺ വിളിച്ചാൽ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് സങ്കടാവും, എനിക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരും. ഈ തോട്ട്സിന്റെ ഒക്കെ മീനിങ് എന്താണ്? അങ്ങനെയൊക്കെ ഈ തോട്ട്സ് വന്ന് അല്ലെങ്കിൽ അയാൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതിന്റെ മീനിങ് അയാൾ എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും, എനിക്ക് വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഇതാണ് അയാൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോ നമ്മൾ പറയുന്നത് ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളമാണ് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചു. നമ്മൾ അതിന്റെ സ്ട്രെങ്ത് ഒക്കെ എഴുതി വെച്ചു. ദെൻ നമ്മൾ പറയുന്നത് ശരിക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഫോൺ ഒറ്റവട്ടം വിളിക്കുക. അയാൾ കട്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അയാൾ തിരിച്ചു വിളിക്കുന്നത് വരെ ഒരു കാരണവശാലും വീണ്ടും സമയമാകുമ്പോൾ അയാൾ ഫ്രീ ആകും എന്ന് നമുക്ക് തോന്നും. അപ്പോഴും കൂടി വിളിച്ചു നോക്കാന്നൊക്കെ നമുക്ക് തോന്നും. ചെയ്യരുത്. അയാൾ ഫ്രീ ആയിട്ട് തിരിച്ചു വിളിക്കുന്നത് വരെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കരുത് എന്ന് നമ്മൾ പറയും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും, എത്രത്തോളം നിങ്ങൾ ഡിസ്ട്രസ്ഡ് ആവും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഡിസ്ട്രസ് തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനെ മൈൻഡിൽ കൊണ്ടിരിക്കും, തിരിച്ചു വിളിച്ചില്ലല്ലോ, ഇപ്പോഴും തിരിച്ചു വിളിച്ചില്ലല്ലോ, എത്ര സമയമായിട്ടും തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഡിസ്ട്രസ് ആണ്, ഭയങ്കര ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ അങ്ങോട്ട് പറയും അത് ഇടങ്ങാറുണ്ടാക്കുന്നതാണ് എന്നുള്ളത്. കാരണം നമുക്കറിയാം അത് എത്രത്തോളം ഡിസ്ട്രസ് ഉണ്ടാക്കും എന്നുള്ളത്. അത് എമ്പതൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. നമുക്കത് മനസ്സിലാവുന്നുണ്ട്, അതിനെ ഇഗ്നോർ ചെയ്യുകയല്ല എന്നുള്ളത് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. നിങ്ങൾക്ക് അത് ഇടങ്ങേറാവും. സോ നിങ്ങൾ അത് ചെയ്യരുത്. എത്ര തന്നെ ഇടങ്ങാറായാലും നിങ്ങൾക്കത് ചെയ്യരുത്. ഇവിടുത്തെ നിങ്ങളുടെ പ്രശ്നം അയാൾ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല, അല്ലെങ്കിൽ ഇവഞ്ച്വലി അയാൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ശരിക്കും അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിക്കോളം എന്നില്ല. അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു കോപ്പിംഗ് കാർഡ് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കോപ്പിംഗ് കാർഡ് കൊടുക്കുന്നു. കോപ്പിംഗ് കാർഡ് എന്താണ്? ഇങ്ങനെ പലപ്പോഴും അതിരിക്കുന്നത് ബിസി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് ഇൻഡിക്കേറ്റ് എനി പ്രയോറിറ്റി. നമ്മൾ അവോയ്ഡ് ചെയ്യാണ് എന്നുള്ള അർത്ഥമൊന്നും അതിലില്ല. അത് വെറും എന്റെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് ആണ്. അതിന്റെ അബാൻഡൻമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അൺലവബിൾ ആണ് എന്ന് പറയുന്ന കോർ ബിലീഫിൽ നിന്നും സ്റ്റെം ചെയ്യുന്നതാണ്. കേൾക്കുന്നില്ല? എവിടെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ? എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇതാവും. ബ്രേക്ക് ആവില്ല. സാറിന്റെ വോളിയം റെഡ്യൂസ് ആവുന്നുണ്ട് ഇടയ്ക്ക്.
വോളിയം റെഡ്യൂസ് ആവാണോ ചെയ്യണം? പിന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ടോ, കട്ടാവുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ? മനസ്സിലായിട്ടുണ്ടോ? അതോ റിപ്പീറ്റ് ചെയ്യണോ? സാറ് കണ്ടിന്യൂസ് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ വോയിസ് റെഡ്യൂസ് ആയി പോകുന്നത്. ഡങ്ങർ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നും കൂടി പറയാം. നമ്മൾ സിറ്റുവേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തു, ഏത് സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഡിസ്ട്രസ് ഒക്കെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പിംഗ് കാർഡ് കൊടുത്തു. ഇത്രയും സാധനങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. ഈ പറയുന്ന കേസിൽ മിക്കവാറും സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പാർട്ട്ണറിന്റെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് സമയം വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒറ്റവട്ടം വിളിച്ചിട്ട് ഫോൺ പിന്നെ വിളിച്ചില്ല. പാർട്ട്ണർ ആലോചിക്കും ഇയാൾ എന്താ തിരിച്ചു വിളിക്കാത്തത്, അല്ലെങ്കിൽ പിന്നൊന്നും വിളിച്ചില്ലല്ലോ. അപ്പൊ ഫ്രീ ആവുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബിളി 99% ഓഫ് ആളുകളും തിരിച്ചു വിളിക്കും. എന്താണ്, ഞാൻ തിരക്കിലായിരുന്നു വിളിച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ അയാൾ ഫ്രീ ആവുന്ന സമയത്ത് എപ്പോഴാണോ ആ സമയത്ത് അയാൾ തിരിച്ചു വിളിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അയാൾ തിരിച്ചു വിളിച്ചു. ദെൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അയാൾ അതേപോലെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് തിരിച്ചു വിളിക്കാതിരുന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ട്രസ് ഉണ്ടാവും, ഇടങ്ങാറുണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരും എന്നുള്ളതാണ്. തോട്ട്സ് വരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി നോൺ ആണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ചോദിക്കുന്നു. അയാൾ ആദ്യം പറയുന്നത് ഡേയിലൊക്കെ ആദ്യം ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി ഒരു 3-4 ദിവസം കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇടങ്ങാറ് മാറുകയും കുറച്ചും കൂടിയൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അയാൾ തിരിച്ചു വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയും ചെയ്യാനും പറ്റി എന്ന് അയാൾ പറയുന്നു. ഓക്കെ, ദെൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് രാത്രി അയാൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തലവേദനയാണ് കിടക്കട്ടെ എന്ന് പറയുകയാണോ, നിങ്ങൾ മാക്സിമം ഫോൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ അയാൾ ചെയ്തത്? അതല്ല, കുറച്ച് സമയം കൂടി അന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കും. അയാൾ പറയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ചോദിക്കും എന്തായിരിക്കും ആ ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വിളിക്കാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും അയാൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ ഒരുപാട് വിളിച്ച സമയത്ത് എന്തുകൊണ്ടായിരിക്കും അയാള് എന്താണ് പെട്ടെന്ന് തന്നെ ഫോൺ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോ ആ വ്യത്യാസം എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും അയാൾക്ക് മറ്റേ ആളുടെ സൈഡിൽ നിന്നും ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് പറയും, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവും. അതില്ലാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുഴപ്പമില്ല, അയാൾ നല്ലോണം സംസാരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഫോൺ വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ്, ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാതിരിക്കുന്ന സമയത്ത് അയാൾ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് മീനിങ് ആണ് തരുന്നത്? വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈസ്? അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അയാൾക്ക് നിങ്ങളോട് അടുപ്പം കൂടുകയാണ് എന്നുള്ളതാണോ, കുറയുകയാണ് എന്നുള്ളതാണോ? അയാൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പം പോവുകയാണ്, ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? കുറയുകയല്ല ചെയ്യുന്നത്, കൂടുതൽ നേരം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൂടുതൽ പ്രശ്നമാവുന്നു, അടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയാണോ ചെയ്ത്, മറിച്ച് കൂടുതൽ എന്താണ് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ബിഹേവിയറൽ എക്സ്പെരിമെന്റ്? ക്ലിയർ ആണ്. ക്ലിയർ ആണ് സർ. ഓക്കെ, ദെൻ ഇതൊരു കേസ്. രണ്ടാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് സംസാരിക്കുന്ന സമയത്ത് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അയാൾക്ക് അങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടാവാം. ഇത് കുറച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആങ്സൈറ്റി ആണ്, നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റിപ്പോകുന്നത് കൊണ്ട് അയാൾ എന്താണ് വിചാരിക്കുന്നത്, തെറ്റിപ്പോയാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത്, അയാൾ എന്തൊക്കെ രീതിയിലുള്ള സേഫ്റ്റി ബിഹേവിയേഴ്സ് ആണ് എടുക്കുന്നത്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്. എന്നാൽ പോലും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ വഷളാകും, വഷളായി കഴിഞ്ഞാൽ ആളുകൾ ഇന്നെ കൂട്ടത്തിൽ കൂട്ടില്ല എന്നുള്ളതൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പൊ തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം പോകുന്നതിന് മുമ്പ് തന്നെ തെറ്റും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസം. രണ്ടാമത്തത്, സംസാരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഇപ്പൊ തെറ്റും എന്നുള്ള പ്രഡിക്ഷനിൽ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവരുടെ പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പോഷർ സെറ്റ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് പോകാൻ നിൽക്കുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്താണ്, അവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്, പ്രഡിക്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ളതിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കും. അയാൾ ആരെങ്കിലും സംസാരിക്കാൻ വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് സിറ്റുവേഷനിൽ അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള കണ്ടന്റ് അയാൾക്ക് കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല, അതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ പറയുന്നത് ഇന്ന സിറ്റുവേഷൻ, 2 ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് പല ആളുകളും നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും നമ്മൾ അയാളോട് ചോദിക്കുന്നു. അയാൾ ഇന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യാറുള്ളത്? നമ്മളിങ്ങനെ ഈ പറയുന്ന ഒരു സാധനം ഞാൻ പറയും, എന്നോട് എന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് പതുക്കെ വല്ല ഫോൺ എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നത് പ്രിട്ടൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇതാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ഇത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് സംസാരിച്ചിട്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അതാണ് റാഷണൽ. എന്നിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന സാധനം തന്നെ തിരിച്ചു ചോദിച്ചാൽ മതി. അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയുന്നു. മറുപടി പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾ അയാൾ ചോദിച്ച അതേ സാധനം, നിങ്ങൾ സ്ഥലം എവിടെയാണ് എന്നുള്ളത് നമ്മൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു ചെറിയ സ്റ്റെപ്പാണ്. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോ അവർ പറയുന്നത് സാധാരണഗതിയിലുള്ള എംബാരസ്മെന്റിനെക്കാളും കുറച്ചും കൂടി കുറവായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ അവർ പറയായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ അവിടെയുള്ള എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അയാൾ പറയും, എൻ്റെ അടുത്ത് എന്തായാലും തെറ്റുപറ്റും, അവർ മറ്റു കളിയാക്കി ചിരിക്കും, അവർ പിന്നെ എൻ്റെ കൂട്ടൂല, അത് ഇത് എന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് വന്നതിന് ശേഷം ഈ പ്രഡിക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം നമ്മൾ അയാളോട് ചോദിക്കും, നിങ്ങൾ ഇന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു സംഭവിക്കും എന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സംഭവിച്ചു, ശരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്? അയാൾ പറയും, അയാൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു, ഞാൻ ഇതേപോലെയൊക്കെ ചോദിച്ചു, കുറച്ച് സാധനങ്ങൾ ചോദിച്ചതിന് ശേഷം ഞാൻ അവിടുന്ന് പോന്നു എന്നുള്ളതോ, കൺവെർസേഷൻ എൻഡ് ആയി നമ്മൾ അവിടുന്ന് പോന്നു എന്നുള്ളതോ അയാൾ പറയും. ദെൻ അതിനുശേഷം ആരൊക്കെ നിങ്ങളെ കളിയാക്കി, ആരൊക്കെ മുമ്പിൽ നിങ്ങൾ എംബാരസ്ഡ് ആയി, അയാൾ ആരോടൊക്കെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുന്നു. അയാൾ പറയും, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അയാൾ ആരോടും പറയാനുള്ള ഒരു സാധ്യത ഒന്നുമില്ല, കാരണം ഞാൻ നല്ല വൃത്തിക്ക് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പൊ ആക്ച്വലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതല്ല കുറച്ചും കൂടിയും ഒരു പോസിറ്റീവിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, ദെൻ അത് ഫൈനൽ ആയി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അടുത്ത ഒരു സിറ്റുവേഷൻ, ഇതേപോലെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന അടുത്തൊരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇതേപോലെയുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്തൊരു എക്സ്പോഷറിന് നമ്മൾ വിടും. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതെ. ഓക്കെ ഓക്കെ ഇതിന് നമ്മൾ ഇൻവിവോ എക്സ്പോഷർ എന്നാണ് പറയാ. ഇൻവിവോ എക്സ്പോഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ സിറ്റുവേഷനിൽ ആളെ കൊണ്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചില സമയങ്ങളിൽ എല്ലാ ആളുകൾക്കും ഭയങ്കര ആങ്സൈറ്റി ആളുകൾ, ഭയങ്കര ഡിസ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ഇൻവിവോ എക്സ്പോഷറിന് പോവുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല അവർക്ക്. ഒറ്റയടിക്ക് ഈ ഇങ്ങനെയുള്ള എക്സ്പോഷറിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ഇമാജിനൽ എക്സ്പോഷർ കൊടുക്കുക. ഓക്കെ, ഇമാജിനൽ എക്സ്പോഷർ കൊടുക്കുന്നതും ഇതേ സാധനം തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് ആ സിറ്റുവേഷനിലേക്ക് പോവാതെ നമ്മളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ വേണ്ട, വേറൊരു ഉദാഹരണം എടുക്കാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം എട്ടുകാലി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എട്ടുകാലി ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അത്ര പേടിയാണ്. അത്ര പേടിയുള്ള ഒരാളോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ എട്ടുകാലിന്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? പതുക്കെ പതുക്കെ അതിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടുവരേണ്ടി വരും. അതിന് നമ്മൾ ഹെറാർക്കി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ആദ്യം ഗ്രേഡ് ചെയ്യും. അതായത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആൾക്ക് ഭയങ്കര കൂടുതൽ പേടിയുള്ളത്, ഇങ്ങനെ ആ പേടിയുടെ ഒരു അടിസ്ഥാനത്തിൽ പിന്നെ അടുത്തത് പേടി കുറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഏതാണ്, പിന്നെ പേടി കുറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഏതാണ്, അങ്ങനെ അങ്ങനെ കൊണ്ടുവരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എട്ടുകാലിനെ തന്നെ അയാളുടെ ഏറ്റവും ഭയങ്കര പേടി എന്ന് പറയുന്നത് എട്ടുകാലിനെ തൊടുന്ന സമയത്താണ്. അതിന്റെ കുറഞ്ഞ പേടി എട്ടുകാലിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ്. അതിന്റെ കുറച്ച് കുറഞ്ഞ പേടി എന്ന് പറയുന്നത് എട്ടുകാലുള്ള റൂമിൽ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള റൂമിന്റെ പുറത്ത് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ ഗ്രേഡ് കുറച്ച് കുറച്ച് കൊണ്ടുവരും. അതിന്റെ അവസാനത്തിലായിരിക്കും എട്ടുകാലി ഉള്ള സാധനം ഇമാജിൻ ചെയ്യുന്ന സമയത്തുള്ള പേടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എട്ടുകാലിയുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിന് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ തന്നെ ഒരു റൂമിന്റെ മൂലയിൽ എട്ടുകാലി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എട്ടുകാലി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ എട്ടുകാലി ഉള്ളതുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ പ്രഡിക്ഷൻ ചോദിക്കുക. അപ്പൊ അയാൾ പറയും ഇങ്ങനെ ഓടി ചിലപ്പോൾ നമ്മളുടെ മേത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് പ്രഡിക്ഷൻ. അപ്പോൾ അങ്ങനെ ഓടി മേത്തേക്ക് വരും, അതിന്റെ മേത്തേക്ക് കയറും, മേത്ത് കയറിയിട്ട് എനിക്ക് ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ചൊറിച്ചിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് സംഭവിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ശരി, നമുക്കിത് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണം എന്താണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമാജിനൽ എക്സ്പോഷർ ചെയ്യാം. നിങ്ങൾ ഇതേപോലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കോർണറിൽ ഒരു എട്ടുകാലിനെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു നമ്മളുടെ സെഷനിൽ ഇരുന്നുകൊണ്ട് അയാളെ ഇരുന്നുകൊണ്ട് അയാൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ കാണുന്നു, നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ എട്ടുകാലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ ഈ ചെയറിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള എക്സ്പോഷർ കൊടുക്കുക. അപ്പൊ എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും, ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കും. ദെൻ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഫോബിയന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനം സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പതുക്കെ പതുക്കെ അവരുടെ ഈ ആങ്സൈറ്റി കുറഞ്ഞു വരും. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അവരുടെ ആങ്സൈറ്റി ഒരു 20ന്റെ താഴത്തേക്കൊക്കെ, അതായത് 100ൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20ന്റെ താഴത്തേക്കൊക്കെ അതിന്റെ ആങ്സൈറ്റി കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ദെൻ അങ്ങനെ കുറയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെയായിരുന്നു, പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണോ സംഭവിക്കുന്നത്, അതല്ല അതിന്റെ ഓപ്പോസിറ്റ് ആണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ്, പേടിക്കേണ്ട രീതിയിലുള്ള സാധനങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. ദെൻ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാം. നിങ്ങൾ ഇമാജിൻ ചെയ്തതാണല്ലോ ഇപ്പോൾ, ഇനി ഒരു പിക്ചർ കാണുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ തന്നെ കാണാം.
പിക്ചർ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്നു. പിക്ചർ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇമാജിനൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞ് അവര് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിപ്പിച്ച് അതിന്റെ ആങ്സൈറ്റി നമ്മൾ റേറ്റ് ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്താണ് അവരോട് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അവസാനം പറഞ്ഞ ഇതാണ് നമ്മൾ ഇമാജിനൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ആ ഇമാജിനൽ എക്സ്പോഷർ കൊടുത്ത് അത് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ നമ്മൾ ഇമാജിനൽ എക്സ്പോഷർ കൊടുക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഓക്കെ, സോ ആണ് ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു ബിഹേവിയറൽ എക്സ്പെരിമെന്റും കൂടി ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ CBTയുടെ തെറാപ്പി പ്ലാൻ ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ കൂടിയും ഇതൊക്കെ ബേസിക്സ് മാത്രമാണ്. നമ്മൾ ഓരോ കേസിലേക്കും വരുന്ന സമയത്ത്, ഓരോ ഡിസോർഡറിലേക്കും വരുന്ന സമയത്ത് മെത്തേഡൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കുകൾ, എടുക്കുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നതും കണ്ടന്റ് എന്ന് പറയുന്നതും വേറെ വേറെ ആയിരിക്കും. ഡിപ്രഷന് വേറെ സ്റ്റൈലായിരിക്കും, ഫോബിയാസിന് വേറെ സ്റ്റൈല്, ആങ്സൈറ്റിക്ക് വേറെ സ്റ്റൈല്, അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡറിന് വേറെ സ്റ്റൈല്. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പോഷർ കൊടുക്കുക, എന്തൊക്കെയാണ് കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഓരോന്നിനും വേറെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ OCD, അസ്വാസം എന്ന് പറയുന്ന സാധനത്തിന് വേറെ സ്റ്റൈലായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി കംപ്ലീറ്റ്ലി വേറെ സ്റ്റൈലായിരിക്കും നമ്മൾ കൊടുക്കുന്ന സമയത്ത്. ഇതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുമായിരിക്കും. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിസോർഡറിനും എങ്ങനെയാണ് നമ്മൾ തെറാപ്പീസ് കൊടുക്കുക, എങ്ങനെയാണ് പിന്നെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസോർഡറിന് എങ്ങനെയാണ് തെറാപ്പീസ് ടൈലർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ടുള്ള സൈബ്രിഡ്ജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള IIT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെയാണ് അത് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിന് ജോയിൻ ചെയ്യാം. ഭയങ്കര പ്രാക്ടീസ് ചെയ്യാൻ തന്നെ സ്കിൽഡ് ആക്കുന്ന രീതിയിലുള്ള കേസ് ഡിസ്കഷൻസും ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ സർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാർ ഇന്നലെ ക്ലാസ് എടുത്തപ്പം പറഞ്ഞിരുന്നു, ഇപ്പം ഒരാൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ടാ വരുന്നെങ്കിൽ ഇപ്പം 70% ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം ശരിക്കും ചിലപ്പോ അവരെ അവോയ്ഡ് ചെയ്യുന്ന ആകുമല്ലോ. അപ്പം അവർ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുമ്പോ എന്താ അവിടെ ചെയ്യേണ്ടത്? അത് അവരുടെ തോട്ടല്ല, ശരിക്കും അവരെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ? ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ശരിക്കും അയാൾ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് കേസിലും അയാൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും, ഫോൺ എടുക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ ആവുന്ന സമയത്ത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു കപ്പിൾ തെറാപ്പിയിലേക്കായിരിക്കും അത് പോകുന്നുണ്ടാവുക. ആക്ച്വലി അയാൾ അവോയ്ഡ് ചെയ്യാണ് എന്ന് അയാൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണല്ലോ. ഡിസ്ഫങ്ഷണൽ ബിലീഫോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടോ അല്ല, അത് ആക്ച്വലി ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഡൈനാമിക്കിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അവിടെ കപ്പിൾ തെറാപ്പിയിലേക്ക് അത് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നില്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടി വരും തെറാപ്പിയിൽ. ഓക്കെ സാർ.
സാർ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് പറയുന്നെങ്കിലോ, ഫ്രണ്ട്സ് ആണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണെങ്കിലോ? സെയിം തന്നെയാണ്. ഒന്ന് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ തീരുമാനാക്കുക. അവോയ്ഡ് ശരിക്കും അയാൾ ചെയ്യുന്നുണ്ട്, ഈ നെഗറ്റീവ് തോട്ട് വെറുതെ വരുന്നതല്ല, ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടാണോ അത് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇയാൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ഫങ്ഷണൽ തോട്ട്സ് ഉണ്ടോ, ബിലീഫ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കോപ്പിംഗ് സ്റ്റൈൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്യും. അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അയാൾക്ക് അത് സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ശരിക്കും നമ്മൾ അത് ചെയ്യേണ്ടത്. അവര് അവോയ്ഡ് ചെയ്യാണ്, അവർക്ക് അത്രത്തോളമുള്ള വാല്യൂസ് ആണ് ഇതിന് അവർ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ആക്ച്വലി അങ്ങനെയാണെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് തന്നെയാണ് ചെയ്യുക. പിന്നെ അതിനോട് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ നമ്മൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കേണ്ടി വരുന്നു, ശരിക്കും അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. സൈക്കോളജിയിൽ മൊത്തത്തിൽ എക്സ്പെരിമെന്റ്സ് ആണ് അല്ലേ? എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. എല്ലാ തെറാപ്പിയും ഇതുപോലെ അല്ല കേട്ടോ. ഇത് എന്താണ്, ഒരു CBT എന്ന് പറയുന്ന ഒരു തെറാപ്പി മാത്രമാണ്. ഇതൊന്നും അല്ലാത്ത ബ്രീഫ് സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി ഉണ്ട്, നെറേറ്റീവ് തെറാപ്പി ഉണ്ട്, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വേറെ സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ഉണ്ട്. ഇതില് ഇപ്പൊ CBT എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത്, എക്സ്പെരിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന സാധനം അതേപോലെ തന്നെയാണോ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രം എല്ലാ ആളുകൾക്കും അതൊരു ബോധ്യത്തിലേക്ക് വന്നോളണം എന്നില്ല. ബോധ്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാതെ അവർക്ക് അത് ബോധ്യം ഉണ്ടാവണം. അതെല്ലാത്തിലും അത് ഇങ്ങനെയല്ല. എവിഡൻസ് ബേസ്ഡ് ആണ്, അതുകൊണ്ടാണ് അല്ലേ സർ? എവിഡൻസ് ബേസ്ഡ് തെറാപ്പി. എവിഡൻസ്, അതെ, എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. എവിഡൻസ് ബേസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത് അതുകൊണ്ടല്ല. എവിഡൻസ് ബേസ്ഡ് തെറാപ്പി എന്ന് പറയാനുള്ള കാരണം, ഒരുപാട് ഡിസോർഡേഴ്സിൽ ഇത് റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എവിഡൻസ് ബേസ്ഡ് തെറാപ്പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ്. അതായത് ഇൻ റിയാലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പ്രീ അസംഷനിലല്ല ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. ഹലോ സർ. ഓക്കെ. ഹലോ. സാർ നേരത്തെ ഇൻ വിവോയില് സാർ ഒരു കേസ് പറഞ്ഞല്ലോ, ഒരു ഫോൺ എടുക്കാത്തൊരു കേസ്. അപ്പം വൈഫ് ഹസ്ബൻഡിനെ വിളിച്ചു, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ വിളിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം വിളിച്ചു നോക്കുക, അതിനുശേഷം എടുക്കുന്നില്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം വരെ എടുക്കരുത് എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഉള്ളത് എനിക്ക് ബ്രേക്ക് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല, ഒന്ന് പറഞ്ഞുതരാൻ പറ്റും ജസ്റ്റ് ഒന്ന്? അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ അതാണ് എക്സ്പെരിമെന്റ്. അത് വിളിക്കാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫോൺ വിളിക്കുന്നില്ല, അപ്പൊ അയാൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? അയാൾ വിചാരിക്കുന്നത് എന്താണ്, ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നത് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, പിന്നെ അയാൾ അവോയ്ഡ് ചെയ്യും, പിന്നെ വിളിക്കൂല എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്, പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ അയാൾ പറയുന്നത് എന്തായിരിക്കും? അയാള് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു, തിരക്കിലാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ രാത്രി വീട്ടിലെത്തിയ സമയത്ത് അയാൾ സാധാരണഗതിയിൽ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് ചെയ്യാറുള്ളത്, അങ്ങനെ ചെയ്തില്ല, ഒരുപാട് സമയം സംസാരിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, അപ്പൊ ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്താണോ അതല്ല വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത്, പ്രശ്നം കുറവുണ്ടാവുന്നത് എപ്പോഴാണ്? അയാൾ പറയും പ്രശ്നം കുറവുണ്ടാവുന്നത് വിളിക്കാതിരിക്കുന്ന സമയത്താണ്. ഫൈൻ, അപ്പൊ ഏതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നു. ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളുടെ ഈ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കുറച്ചും കൂടി ശരിയാണ് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാകും. ഓക്കെ സാർ, ഇത് ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് നോർമലി എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? ഇവര് പിറ്റത്തെ ദിവസം വരുന്നുണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും?
ഒരു സെഷനിലാണ് ഇപ്പൊ നമ്മൾ ഈ ബിഹേവിയർ എക്സ്പീരിയൻസ് ഇപ്പൊ എന്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോ ഒരു ടാസ്ക് കൊടുക്കുകയാണല്ലോ അവർ ക്ലയന്റിന്, നിങ്ങൾ വിളിച്ചു നോക്കണം എന്ന് അതെ പറഞ്ഞിട്ടല്ലേ വിടുക ക്ലയന്റിന്. ഉം, അവര് പിന്നെ പിറ്റത്തെ ദിവസം വരൂലല്ലോ, പിന്നെ നെക്സ്റ്റ് സെഷനിലല്ലേ അതെ കാണുള്ളൂ. അപ്പൊ അവരത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണോ വേണ്ടത്, അതോ നമ്മൾ എത്ര ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ടാ നെക്സ്റ്റ് സെഷനിൽ വരാൻ പറയേണ്ടത്? ഓരോ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ്. ഒരാൾക്ക് അത് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സെഷൻ ഒക്കെയാണ് നമ്മൾ പറയാം. ഇപ്പൊ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവുക. ഇനി അതല്ല നമ്മൾ പറയുന്ന സാധനം അയാൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ 1 വീക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി കോപ്പിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ബിഹേവിയറൽ എക്സ്പെരിമെന്റ് നമുക്കത് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ ഒരു ടൈലറിംഗ് മെത്തേഡാണ്. അപ്പൊ അയാൾക്കത് 1 വീക്ക് കഴിഞ്ഞിട്ട് അയാൾക്ക് സെഷൻ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് ഈ സാധനങ്ങളൊക്കെ, നമ്മൾ ഈ പ്രഡിക്ഷൻ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പ്രഡിക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി തന്നെയാണ് പറയുക. ഈ ഒരാഴ്ച ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സാധനം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡാറ്റ കിട്ടും, കുറച്ചും കൂടി കൂടുതൽ എവിഡൻസ് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. സാർ നമ്മളെ ക്ലാസ് ഏകദേശം തീർന്നല്ലേ? യെസ്, തീർന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇനി ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോദിക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അത് സത്യമാണോ പറയണേന്നൊക്കെ എങ്ങനെയാണ് അറിയുക? കാരണം പലപ്പോഴും ഇവരുടെ ഉള്ളിൽ അവർക്ക് അവരുടെ ഭാഗം കറക്റ്റ് ചെയ്യണം എന്നായിരിക്കുമല്ലോ. അപ്പം അത് ഉള്ളു തുറന്ന് അത് പറയാൻ ചിലർ മടി കാണിക്കില്ലേ? അതൊക്കെ നമ്മൾ എത്രത്തോളം റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ ആയിരിക്കും നിൽക്കുക. അത് അവരുടെ ഭാഗം കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് എപ്പോഴാണ് ആളുകൾ അയാളുടെ ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക? നമ്മൾ ജഡ്ജ്മെന്റൽ ആകും എന്ന് വിചാരിക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ജഡ്ജ്മെന്റൽ ആവില്ല എന്ന് പറയുന്ന ഒരു അഷുറൻസ് അവർക്ക് കൊടുക്കണം. നമ്മൾ റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം. അപ്പോഴേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്നാലും പിന്നെ കുറെയൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ തെറ്റുകൾ പറയാൻ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു തെറാപ്പിന്റെ ലിമിറ്റേഷൻ തന്നെയാണ്. അത് ആ ഒരു രീതിയിൽ അവരെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു കൗൺസിലറുടെ ബേസിക് സ്കിൽ എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റൽ അല്ലാതെ എന്ത് തന്നെ തോന്നിയാസം ചെയ്തു കഴിഞ്ഞാലും അത് ധൈര്യമായിട്ട് പോയിട്ട് പറയാം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് കൗൺസിലറുടെ ഒരു സ്കില്ലാണ്. അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പാളും, നടന്നോളാം എന്നില്ല. അതുണ്ടായാൽ ഹലോ, താങ്ക് യു. ചോദിക്കും. അതായത് ക്ലയന്റ് വന്ന് പറയാണ് ആളുടെ ഹസ്ബൻഡിന് വേറൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് അറിയാണ്. അപ്പൊ അതിന് പ്രോപ്പർ എവിഡൻസ് കിട്ടുന്നുണ്ട്, ലൈക്ക് ചാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതൊന്നും CBT അല്ല ചെയ്യുക, ഇവിടെയൊക്കെ കപ്പിൾ തെറാപ്പിയാണ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത്, അവിടെ നമ്മൾ ക്ലയന്റിനെ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവിടെയൊക്കെ കുറച്ചും കൂടി കപ്പിൾ ഡൈനാമിക്സിൽ, റിലേഷൻഷിപ്പ് ഡൈനാമിക്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ആൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പോവുക. ഓക്കെ, CBTയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ഈ ഒരു ഡിസ്കഷൻ പോകുന്നത്, കപ്പിൾ തെറാപ്പിയാണ്. ആൾക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അയാൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. എങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അയാൾ വിചാരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്യാനാണോ ഇയാളുടെ ആവശ്യം? അവിടുത്തെ തെറാപ്പിക്ക് വരുന്ന സമയത്ത് അയാളുടെ ഗോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അയാളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണോ അയാളുടെ ആവശ്യം? അത് ഒഴിവാക്കുക എന്നുള്ളതാണോ ആവശ്യം? അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണോ അയാളുടെ പ്രശ്നം? അയാളുടെ ഗോൾ എന്താണെന്നുള്ളത് നോക്കും. ആ ഗോളിനനുസരിച്ച് ബാക്കി ചെയ്യാം. അവിടെ CBT ഒന്നും ടൈലർ ചെയ്യൂല. കപ്പിൾ തെറാപ്പിക്ക് സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾ തെറാപ്പി ചെയ്യും. കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഐ തിങ്ക് ഇനി
ആർക്കും ഡൗട്ടുകൾ ഇല്ലാന്ന് തോന്നുന്നു. നമ്മളുടെ ഈ ഒരു 3 ഡേ ആയല്ലോ, നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് നമ്മളുടെ ഫ്രീ കോഴ്സ് ആണ്. സോ നമ്മളുടെ ഒരു 3 ഡേയ്സ് ഓഫ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കി പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓൾ ഓവർ എൻ്റെ പേര് നോഫൽ. ഞാൻ 3 സെഷനും കേട്ടായിരുന്നു. ഓൾ ഓവർ CBTയിലെ സ്റ്റാർട്ടിങ് ടു എല്ലാം ഒരു കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബേസിക്കായിട്ട് ഇത്രയും ഒരു 3 ദിവസത്തിൽ ഇത്രയും പറയാൻ പറ്റുള്ളൂ. അത് മാക്സിമം സാർ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും എക്സ്പെരിമെൻ്റൽ ബേസ്ഡ് ആയിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു നൗഫൽ. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? പ്രസന്റേഷൻ അപ് ടു ദി പോയിന്റ് ആയിരുന്നു. അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് പോയതുകൊണ്ട് ഫുൾ ടൈം അറ്റൻഷൻ കിട്ടി. അതാണ് ഡെപ്തിൽ മനസ്സിലാവും ചെയ്തു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വസന്തകുമാരി എന്നാണ്. ഞാനും ഈ പറഞ്ഞ പോലെ 3 ദിവസം കൃത്യസമയത്ത് തന്നെ കയറി വളരെ ശ്രദ്ധയോടെ തന്നെ 3 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നന്നായിട്ട് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിന്റ്സ് പറഞ്ഞു തരാനും എന്തെങ്കിലും ഡൗട്ട് ആര് ചോദിച്ചാലും അതെല്ലാം ക്ലിയർ ചെയ്യാനും അനുവദിച്ച സമയത്തിനേക്കാൾ ഉപരി വളരെ ഇന്നലെയൊക്കെ ഒരുപാട് സമയമെടുത്ത് ഭയങ്കര ക്ഷമയോടുകൂടി നന്നായിട്ട് സാറ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് എന്ന രീതിയിൽ വളരെ നന്നായിട്ട് സാറിന് കൈകാര്യം ചെയ്തു. ഒത്തിരി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു സർ. എനിക്ക് സംഘാടകർക്ക് എല്ലാവർക്കും താങ്ക് യു മാം. സോ ഐ തിങ്ക് നമുക്ക് മെല്ലെ വൈൻഡ് അപ്പ് സെഷനിലേക്ക് കിടക്കാം. ഇനി ബാക്കിയുള്ളവരൊക്കെ ഫീഡ്ബാക്ക് നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. സോ നമ്മൾ 3 ദിവസമായി ഇൻട്രൊഡക്ഷൻ ടു CBT എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ ഒരു 6 മന്ത്സിന് മുകളിലായി നമ്മൾ ഫ്രീ കോഴ്സ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഡേയിൽ നമ്മളുടെ ഡീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു CBTയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് നമ്മൾ സൈബ്രിഡ്ജിന്റെ ഭാഗത്തുനിന്ന് CBT കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ ഓരോ ഏരിയാസും കസ്റ്റമൈസ്ഡ് ആയിട്ട് CBT ഫോർ ഡിപ്രഷൻ, CBT ഫോർ ആൻസൈറ്റി, CBT ഫോർ പേഴ്സണൽ ഡിസോർഡർ, അങ്ങനെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് നമ്മൾ അത്ര സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര റിച്ച് ആയിട്ടുള്ള IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്കുണ്ട്. ആൻഡ് ലൈക്ക് നമുക്ക് ഇത്ര നല്ലൊരു കോഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്വമാണ്. ആൻഡ് ആൾസോ അത് അർഹിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഓഡിയൻസിക്ക് എത്തിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് ആൾസോ അത് ലൈക്ക് പഴയ പോലെയല്ല, ഇപ്പൊ നമ്മളുടെ ഈ ഒരു കോഴ്സിന് UGC അപ്രൂവ്ഡ് റെക്കഗ്നേഷനും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ കുറെ ആളുകൾ ഇന്നലെ എനിക്ക് DM ചെയ്തായിരുന്നു ബ്രോഷേഴ്സ് അയക്കുമെന്നുള്ളത്. അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇതുവരെ ഒരു 1000+ സ്റ്റുഡൻസ് നമ്മളെ ബാച്ചിന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആൻഡ് ആൾസോ ഇറ്റ്സ് ബീൻ നമ്മുടെ ഒരു 9th ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 8th ബാച്ച് ഇപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാർ അടക്കം, ഞാൻ പറഞ്ഞല്ലോ സാർ അടക്കമുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ആൻഡ് ആൾസോ ദിസ് ടൈം എനിക്ക് സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടി 3 ദിവസം ഈ ഒരു 2 hours നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ലൈക്ക് സ്പെൻഡ് ചെയ്യുന്നതിന്, ആൻഡ് ആൾസോ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തതിന്, ആ ഒരു എഫേർട്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നതിന് താങ്ക് യു സർ ഫോർ ജോയിനിങ് വിത്ത് അസ്. ആൻഡ് സർ എപ്പോഴും നമ്മളോട് എപ്പോഴും നോ പറയാറില്ല. എന്ത് കാര്യം വന്നാലും സർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. ആൻഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു യു സർ. ആൻഡ് ആൾസോ താങ്ക് യു അതേഴ്സ് ഫോർ ജോയിനിങ് വിത്ത് അസ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളെപ്പോഴും ഇതുപോലുള്ള വർക്ക്ഷോപ്പും വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ആക്കാറുള്ളത്. ആൻഡ് ആൾസോ നമ്മളുടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ദിവസത്തിന്റെ അത്ര ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ന് ഉണ്ടാവില്ല, ഇന്ന് വീക്കെൻഡും കൂടിയാണ്. ബട്ട് ഈ ഒരു ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോ ഉള്ള അല്ലെങ്കിൽ എപ്പോഴും നോളജ് സീക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആളുകളാണ്. ഇങ്ങനത്തെ ആളുകളാണ് എപ്പോഴും നമുക്കൊരു ഊർജ്ജമായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ. സോ വി ആർ സോ താങ്ക്ഫുൾ ടു യു ഗൈസ്. ആൻഡ്
ഇപ്പോൾ കുറെ ആൾക്കാർക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും നമ്മുടെ ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആവോ കാര്യങ്ങളൊക്കെ. സോ റെക്കോർഡിങ്സ് നമ്മൾ ഫ്യൂ ഡേയ്സ്, നമുക്ക് ഇതിന്റെ എഡിറ്റിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും യൂട്യൂബിൽ. സൈബ്രിഡ്ജിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ അതിന്റെ അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആൾസോ സർട്ടിഫിക്കറ്റും നമ്മൾ 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെയിൽ വഴി അയക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മൾ അയക്കുന്നതായിരിക്കും. ആൻഡ് വേറെ ഇപ്പോ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്കും ഞാൻ അയക്കുന്നതായിരിക്കും. നമ്മളുടെ എല്ലാവിധ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാനലിലായിരിക്കും അറിയിക്കുന്നുണ്ടാവുക. സോ താങ്ക് യു ഗൈസ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. നമ്മളുടെ ഈ ഒരു 3 day ഫ്രീ കോഴ്സ് കംപ്ലീറ്റ് ആക്കി അത്ര സക്സസ്ഫുൾ ആക്കി തന്നിരുന്നേ. ആൻഡ് താങ്ക് യു സർ നമ്മളൊപ്പം ജോയിൻ ചെയ്തതിന്. സോ നമുക്ക് അടുത്ത വെബിനാറിനോ വർക്ക്ഷോപ്പിനൊക്കെ കാണാം. സി യു ദെൻ. സോ എല്ലാവർക്കും ലീവ് ചെയ്യാട്ടോ. താങ്ക് യു. സൈബ്രിഡ്ജ് എടുക്കുന്ന എഫേർട്ടിനും ഒത്തിരി നന്ദി. സാറിനും നന്ദി. താങ്ക് യു മാം.